ബാലികമാർക്ക് അഭയമാകേണ്ടതാരെ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ KP അഷ്റഫ്, എന്തായാലും നിങ്ങൾ പറയുകയുണ്ടായി നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് കളങ്കമാകുമോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കാതെ ഈ വിഷയം അപ്പോൾ തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, തുടർ നടപടികളുമായി സർക്കാർ ആയാലും സർക്കാർ ഇതര ഏജൻസികളായാലും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളോട് സഹകരിക്കുക. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഇത് തന്നെയാണ്, ശരിയായ ദിശയിലുള്ള തീരുമാനവുമാണ്. പക്ഷേ കൂടുതൽ പ്രതികളുണ്ടോ നമുക്കറിയില്ല, കൂടുതൽ പേർ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ട് യതീം ഖാനയ്ക്ക് ഈ അനുഭവത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ സ്വീകരിക്കാൻ കഴിയുന്ന തുടർ നടപടികൾ എന്തൊക്കെയാണ്? തുടർ നടപടികൾ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ഓഡിറ്റ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിലവിലുള്ള സജ്ജീകരണങ്ങൾ, അതുപോലെ സംവിധാനങ്ങൾ, അതുപോലെ അതിൻ്റെ ആളുകളുടെ ഡിപ്ലോയ്മെൻറ്റ് ഒക്കെ അത് വേണ്ടത്ര ഫലപ്രദമാണോ, ഇനി അതിലെന്തെങ്കിലും എൻഹാൻസ്മെൻറ്റ് വേണ്ടതെന്നതിനെക്കുറിച്ചുള്ള ഒരു സിസ്റ്റം ഓഡിറ്റിംഗ് ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ശാക്തീകരണത്തിന് ഉതകുന്ന രീതിയിൽ ആ കുട്ടികൾക്ക് നമ്മൾ വേണ്ട പരിശീലനങ്ങളും അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള പിന്തുണയ്ക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞങ്ങളുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് വളരെ ശക്തമായ രീതിയിൽ അന്വേഷിക്കുന്നതാണ്. മാത്രമല്ല, ഈ സ്റ്റാഫിനെ കൂടുതൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷയും പരിരക്ഷയും അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവരുടെ ശാക്തീകരണത്തിനും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് നമ്മുടെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതാണ്. ഒരു കാര്യം കൂടി മാത്രമല്ല, കുറച്ചുകൂടെ ഈ 7 കുട്ടികളുമായി അഷ്റഫ് അടക്കമുള്ളവർ സംസാരിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ? ഇപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ എന്നതിൻ്റെ ഒരു ധൈര്യം ഈ കുട്ടികൾക്കുണ്ടോ? കുട്ടികൾ സത്യത്തിൽ ഇപ്പോൾ കുട്ടികൾ സത്യത്തിൽ കുറച്ചുകൂടെ ഒരു ആശ്വാസത്തിലാണുള്ളത്. കാരണം അവർ വലിയൊരു കെണിയിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ഒരു ആശ്വാസം അവരുടെ മുഖത്തും സംസാരത്തിലുമുണ്ട്. മാത്രമല്ല, ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സുരക്ഷിതത്വം തോന്നുന്നതാണ് ഇപ്പോഴും. നമ്മളൊന്നിച്ച് ഈ സംവിധാനം മാത്രമല്ല, നമ്മുടെ ഈ സ്ഥാപനം മാത്രമല്ല, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പോലീസ് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർക്കെതിരെ തിരിഞ്ഞവർക്കെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുന്നു എന്നൊരു ആത്മവിശ്വാസം, ധൈര്യം കുട്ടികളുടെ വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. അത് നമുക്കൊരു വലിയൊരു ആശ്വാസം തരുന്നുണ്ട്. ശരി ഉഷ, ഇവിടെ ഇപ്പോൾ സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശ്രീ നസീർ ചാലിയം പറഞ്ഞത് കൂടാതെ സ്കൂളുകളിൽ പെൺകുട്ടികളെ പ്രത്യേകമായി വിളിച്ച് കൗൺസിലിംഗ് ഒക്കെ, പക്ഷെ അതൊക്കെയാണോ ശരിയായ രീതി? എന്ന് വെച്ചാൽ ആൺകുട്ടികളെ സംശയിക്കണം, അല്ലെങ്കിൽ മറ്റാണുങ്ങളെ അകറ്റി നിർത്തണം, ഇങ്ങനെയൊക്കെയുള്ളൊരു പരിശീലനം. ഇതിൽ തന്നെ പെൺകുട്ടികളെ പ്രത്യേകമായിട്ട് ശാക്തീകരിക്കുക എന്ന് പറയുമ്പോൾ ആൺകുട്ടികളോടൊപ്പം ശക്തി കൊണ്ടെത്തുക എന്നുള്ളതാണോ, അതോ ഈ ആൺകുട്ടികളെ ശക്തി കുറയ്ക്കുക എന്നുള്ളതാണോ? എപ്പോഴും ആൺ വേട്ടക്കാരെന്നും പെണ്ണിര എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജാണ് നമുക്ക് പോകുന്നത്. അതുപോലെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമയവും നമ്മുടെ റിസോഴ്സും എത്രയാണ് ചിലവാകുന്നത്? അതിനേക്കാൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആദ്യം മുതലേ ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ സമൂഹത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വേണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഇവരുടെ അടിയന്തര ശ്രദ്ധ ഇനിയിപ്പോൾ ഈ വിഷയത്തിലല്ലേ വേണ്ടത്? അത് കൃത്രിമമഴ പറ്റിയാണോ ആലോചിക്കേണ്ടത്? ഇനിയിപ്പോൾ നിയമസഭയിൽ ശ്രീമതി ടീച്ചർ പറഞ്ഞത്, ശൈല ടീച്ചർ പറഞ്ഞ പോലെ ഇന്നത് ആണ് വിഷയമെങ്കിൽ ഇരിക്കുക, ചർച്ച ചെയ്യുക. പക്ഷെ പുറത്തിറങ്ങിയാലും ഇവർക്കൊക്കെ നാവില്ലേ? ഈ വിഷയത്തെ പറ്റി ഒറ്റയാൾ നാവ് ഉയർത്തുന്നില്ല. അല്ല, പിന്നെ വേറെ 2-3 കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഓർഫനേജിൽ എത്തിപ്പെട്ട പെൺകുട്ടികളുടെ സാഹചര്യം നമുക്കറിയാം. നന്നായി നടത്തുന്ന ഓർഫനേജ് ആണെങ്കിലും അവിടെ ഓർഫനായിട്ടാണ് ആ കുട്ടികൾ എത്തിയത്. അതായത് അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ആരുമില്ല. മറ്റേ നമ്മുടെ പാലക്കാട് സംഭവിച്ചതാണെങ്കിൽ ആ 2 കുട്ടികളും SC കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വലിയ മാരകമായ മുറിവുകൾ ഏൽക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് ഇപ്പം കൊട്ടിയൂരുള്ള കുട്ടിയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ ഇത്തരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിന് ഇരയാകുന്നത് അധികവും സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്നവരും ജാതിപരമായി താഴ്ന്നു നിൽക്കുന്നവരുമാണ്. അപ്പം ഇതിന് ആ രീതിയിൽ തന്നെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ വളയാറുള്ള കുട്ടി അമ്മ ജോലിക്ക് പോയി വരുമ്പോൾ ആരും അവിടെയില്ല, ആ പ്രദേശത്തെ ആരുമില്ല. കാരണം നമ്മളുടെ സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ ഒരു വളരെ നേർത്തൊരവസ്ഥ മാത്രമേ നമുക്കുള്ളൂ. ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ കുട്ടി മരിക്കുമ്പോൾ മാത്രമാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വരുന്നത്, അവിടുത്തെ കണ്ടു നിന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊരു ഗവൺമെൻറ് സിസ്റ്റം മാത്രം പോരാ, മറിച്ച് നമ്മുടെ സമൂഹം കുട്ടികളെ ആവശ്യമുണ്ട്. ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അണച്ചു നിർത്തൽ ഈ കുട്ടികളോടില്ല. പക്ഷേ ഉഷ, ഇനി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പോലീസ് അധികൃതർ അടക്കം അവിടെ വരുന്നതെങ്കിൽ തന്നെ പോട്ടെ,
ഇതിന് എങ്ങനെയാണ് ഇതൊരു ആത്മഹത്യയായിട്ടോ അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങൽ മരണമായിട്ടോ കാണാൻ കഴിയും? 4ാം ക്ലാസ്സുകാരി ഈ പറയുന്ന ഉയരത്തിൽ ഈ പറയുന്ന പുതപ്പെടുത്ത് കഴുത്ത് മുറുക്കി മരിക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലീസ്. അതൊന്ന്. പിന്നെ രണ്ടാമത് ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ വൈകി ഇപ്പോൾ നസീർ സാർ പറഞ്ഞ അല്ല, പ്രാഥമികമായൊരു ബോധ്യമുണ്ടല്ലോ പോലീസിന്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ അവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അത്ഭുതം. കാരണം ഏതൊരാൾക്കും തോന്നുന്ന ഒരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നിയില്ല. പാലക്കാട് ഇത്തരം കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പോലീസിന് ഇങ്ങനെയുള്ളൊരു തോന്നായികയുണ്ട്. ശശീന്ദ്രൻ്റെ അടക്കമുള്ളത്, ആ പറയുന്ന 2 കുട്ടികളുടെ മരണം അടക്കമാണ് പാലക്കാടിന് ആ കഥ പറയാനുള്ളത്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്, വേഗം തിരിച്ചെത്തും.